ഹലോ. ഹലോ. അതെന്നാ ഒരു മാറ്റം? ചെറിയൊരു മാറ്റം നിൽക്കട്ടെ വിചാരിച്ച്. കൊറേ എപ്പം ഒരേ ലെവലിൽ ഉം. പോകണം. എന്തുണ്ട്, എന്താ വിളിക്കാൻ? നിനക്ക് നിന്നെ വെറുതെ വിളിച്ചൂടെ? അതല്ല ചോദിച്ചേ, വെറുതെ വിളിച്ചോ? പക്ഷെ ഞാൻ വിളിക്കുമ്പോ ഇങ്ങനെ പലതും പ്രതീക്ഷിക്കുമല്ലോ. ഈ പ്രതീക്ഷിക്കുന്നതിന് ചെലവിനൊന്നും കൊടുക്കണ്ടല്ലോ, അതുകൊണ്ട് ആ, ചോദിച്ചതാ. ഇത് പലതും അങ്ങനെ പ്രതീക്ഷിക്കാം. ഉം. ഉം. ഞാൻ വിചാരിച്ചു ഏ? മിഞ്ഞാത്തേന്റെ ടേസ്റ്റ് പിടിച്ചിട്ട് അതേപോലെ ഒന്നും കൂടി ഇങ്ങോട്ട് വരുമോന്ന് ചോദിക്കാനാണ്. ഉം. ഉം. ഒന്നും കൂടി വരേണ്ടി വരും. ആണാ? ഉം. ഇന്നെന്നെ വരണോ? ഇന്ന് വരണ്ട. പിന്നെപ്പാ? അല്ല, 2 ദിവസം കഴിഞ്ഞിട്ട് അങ്ങേ ടൂറിന് പോകുന്നുണ്ട്. അതെയാ? ഉം. ഹോ, രക്ഷപ്പെട്ട്. ഞാൻ വിശ്വസിച്ചിട്ടില്ല അന്ന് നീ പറഞ്ഞേരം. എന്തിനാ ഞാന് അത് പറയാൻ വിളിച്ചതാണ്. അല്ല, ആ മുണങ്ങനെ പോലത്തെ ചങ്ങായി ഏറെ ടൂറിന് പോയെന്നാ ഞാൻ വിചാരിക്കുന്നത്. അതെന്താ അങ്ങനെയുള്ളവർക്ക് ടൂർ പോയിക്കൂടെ? ടൂറ് പോവാ, അത് കുഴപ്പമൊന്നുമില്ല. ടൂറിന് പോണല്ലോ. ഉം. ഉം. അപ്പൊ ഉം. 2 ദിവസം കഴിഞ്ഞിട്ട് പോവും. ഉം. അപ്പൊ നമ്മളെന്താ പരിപാടി? അതാണ് ഞാനും ആലോചിക്കുന്നത്. അപ്പൊ നമ്മളെന്താ പരിപാടി നീയല്ലേ പറയാണ്ടേ. ഞാൻ എത്ര ദിവസം നിൽക്കും? ഒരു 2-3 ദിവസം നിൽക്കും. 3 ദിവസം ഞാൻ അങ്ങോട്ട് വന്നാലോ? ഇങ്ങോട്ട് വരണ്ട. അല്ല, നമുക്കൊരു ടൂർ പോയിരുന്നാല്? അയ്യോ, ഫുള്ളാ? ഫുള്ളല്ലേ, ഞാൻ റെഡിയാ. കറങ്ങിയിട്ടൊന്ന് വരാം, അത്രേ പറ്റൂ. പിന്നെ ഫുള്ള് നേരം ചെറുതെ സ്കൂളിൽ പോകുന്ന ആ സമയത്ത് എത്തിക്കണ്ടേ എന്നെ? അപ്പൊ ആ സമയത്ത് അപ്പൊ ഒരു 1 ഡേ ടൂർ. അതന്നെ. ഞാൻ റെഡിയാ. ഏടെ പോവും? പോകാനാണ് സ്ഥലം ഇല്ലാതെ നമുക്ക് ഒരു 9:30-10 മണിയാകുമ്പോൾ വിട്ടൂടെ രാവിലെ? സ്ഥലം എവിടെയാണ്? നമുക്ക് അന്ന് പോയ സ്ഥലാണോ? അന്ന് പോയാല് നമുക്ക് വേറെ സ്ഥലമൊക്കെ ഉണ്ട്. കാടും മേടൊക്കെ ചുറ്റി നല്ല കുളിക്കാനൊക്കെ ഉള്ള സ്ഥലമൊക്കെ കണ്ടെത്തിട്ട് പോയിക്കൂടെ? പുഴയിലൊക്കെ ഇറങ്ങി കുളിച്ച് അങ്ങനെയുള്ള സ്ഥലം ഉണ്ടാ? ആരും ആളൊന്നുമില്ലാതെ സ്ഥലമൊക്കെ ഉണ്ടാക്കി എടുക്കാലോ. നമുക്ക് ഇതൊക്കെ എവിടെയും പോയാൽ കിട്ടൂലേ? ഞാൻ റെഡി. ആളൊന്നും ഇല്ലാത്ത സ്ഥലത്തൊക്കെ പോയിട്ട് നമുക്ക് കുളിച്ച് ഉല്ലസിച്ച് സന്തോഷിച്ച് വരാം. പിന്നെ നല്ല 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 കാണാൻ പറ്റിയ നല്ല സ്ഥലങ്ങളില്ലേ നമ്മുടെ നാട്ടില്? അതൊക്കെ കണ്ട് ആസ്വദിച്ച് സ്ഥലം കാണാൻ വരുന്നയാണോ? കാണാൻ സ്ഥലം കൂടി കാണാലോ. കാണാം. അപ്പുറം നമുക്ക് പിന്നെ എന്താ പറയണ്ടേ, എനിക്ക് എന്തൊക്കെയാ വേണ്ടേ അതെല്ലാം റെഡി. സ്ഥലം കണ്ടിട്ട് പോയ കാര്യം മറന്നു കേട്ടോ, അത്രേ ഉള്ളൂ. അല്ല, പോയ കാര്യം മറന്നു പോവാ? അതിന് കുറച്ചും കൂടി ഇത് രസം കൂട്ടാനാണല്ലോ ഈ നമുക്ക് നല്ല സ്ഥലങ്ങളിലേക്ക് പോകാന്ന് പറഞ്ഞത്. കുഴപ്പമില്ലല്ലോ? കുഴപ്പമൊന്നുമില്ല. അപ്പൊ ബൈക്കിലിരിക്കുമല്ലോ? ബൈക്കിലിരിക്കണോ? ബൈക്കിൽ ആള് ശ്രദ്ധിക്കോ? ഹെൽമെറ്റ് ഇട്ടാ മതി. ഹെൽമെറ്റ് ഇട്ടാണ്ട് ബൈക്കിൽ പോകാൻ പറ്റില്ലല്ലോ, ദൂരെയാണ്. ഇല്ല. നമുക്ക് ഹെൽമെറ്റ് ഒക്കെ ഇട്ട് നല്ല ഉഷാറായിട്ട് ഞാന് 3 ദിവസം കിട്ടും നമുക്ക്? അല്ല, 2 ദിവസം? നമുക്ക് 3 ദിവസം. 3 ദിവസം രാത്രിയെ വരൂ, എത്തും തിരിച്ചിട്ട്. എന്നാ പിന്നെ നമുക്ക് ഒരു ദിവസം ഒരു സ്ഥലം, പിറ്റേ ദിവസം വേറൊരു സ്ഥലം, അങ്ങനെ പോയാലോ? പിന്നെ കാര്യങ്ങള് വേറെ ഒന്നും ആവശ്യമൊന്നുമില്ലല്ലോ? ഉദ്ദേശിച്ചേ അന്നത്തെ പോലെയാ? ഇപ്പൊ ഒന്നുമില്ലല്ലോ, നമുക്ക് നേരെ പോകാലോ അല്ലേ? അത് പറ്റും തോന്നില്ല കേട്ടാ. എന്താ? നീ കരുതിക്കോ.
അതൊക്കെ ഉണ്ടാകും ഒരു രസം കിട്ടൂല. തടസ്സായിരിക്കും. അത് സാരമില്ല. നമ്മളൊരു കാര്യം ചെയ്യുമ്പോ അതിന്റെ നടുവിലൊരാള് വന്നു നിന്ന് എങ്ങനെ ഇരിക്കും? അതേ അങ്ങല്ല, അന്നത്തെ പോലെ നമ്മള് എന്താ പറയട്ടെ, ടെൻഷൻ അടിക്കണ്ടല്ലോ. അല്ല അത് വേണ്ട. എന്നാ ശരി. എന്നാ ശരി, അതും കൂടി കരുതാം. അതാണ് നല്ലത്. അതാ ശരി, അത് കുഴപ്പമില്ല, അതും കരുതാം. ഒരു ബോക്സ് തന്നെ അങ്ങ് മേടിക്കല്ലേ? ഒരു പെട്ടി നിറയെ മേടിക്കാം. എന്തിനാ? അല്ലേ എപ്പൊക്കെ ആവശ്യം വരുന്ന അറിയാൻ പറ്റില്ലല്ലോ. വിശക്കുമ്പോ എല്ലാം കഴിക്കണ്ടേ? പിന്നെ ഒരേ ഒരു പ്രാവശ്യം. അതെങ്ങനെയാണ് ഒരുമിച്ചിട്ട് അത്രേ പറ്റൂ. വിശക്കുമ്പോ ഒരുമിച്ച് ഭക്ഷണം ഉണ്ടായ പിന്നെ വിശക്കുമ്പോ എല്ലാം എടുത്ത് കഴിക്കുമല്ലാണ്ട്. അത് പറ്റൂല. ഒരേ ഒരു പ്രാവശ്യം. എന്നിട്ട് ഇതിന്റെ സ്ഥലമെല്ലാം കണ്ട് ചുറ്റിക്കറങ്ങി നമുക്ക് ഇങ്ങ് വരാം. ഒരു പ്രാവശ്യം കഴിഞ്ഞിട്ട് പിന്നെയും വിശക്കുന്നുണ്ട പിന്നെയും നോക്കാലോ. അതെനിക്ക് വിശപ്പം തന്നെ കൂടുതലായിരിക്കും നമുക്കറിയില്ലേ. എനിക്കറിയാലോ, അത് മതി. ഇന്നലെയൊന്നും കാണുന്നില്ലല്ലോ. വിശക്കാതെ തീരെ വിശക്കൂല. അതുകൊണ്ടാണല്ലോ എന്നെ ഇങ്ങനെ വിളിച്ചോണ്ട് നിൽക്കുന്നത്, വിശക്കാതെ. അതെ, അത് നന്ന വിശക്കുമ്പോ നീ എന്തെങ്കിലും തരുമല്ലോ, അതുകൊണ്ട് വിളിക്കുന്നല്ലേ. എന്തായാലും ഓക്കെ, അതിന്റെ ഇഷ്ടത്തിന് ഞാൻ വീട്ടിന്. പക്ഷെ വിശക്കുമ്പോ എനിക്ക് കിട്ടണം. എന്താ? പിന്നെ ഡ്രസ്സൊക്കെ നല്ല ലൂസിലൊക്കെ എടുത്തിട്ടോട്ടാ. കാരണം പൊക്കിയിരിക്കാനും പിന്നെ അത്യാവശ്യം പെട്ടെന്ന് കാര്യങ്ങളും നടത്താൻ പറ്റിയ രീതിയിൽ ലൂസ് ഡ്രസ്സായിരിക്കും നല്ലത് നമുക്ക് യാത്ര ചെയ്യുമ്പോൾ. ടൈറ്റുള്ള ബുദ്ധിമുട്ടാ അല്ലേ? പിടിക്കുമ്പോ സുഖം ഉണ്ടാവില്ല. പിന്നെ കുളിക്കുമ്പം കുളിക്കേണ്ടതാണ്. ഇപ്പൊ തോർത്തായ എന്തെങ്കിലും വണ്ടിക്ക് അതിലെടുത്ത് വെച്ചോ. ഓക്കെ, 2 ദിവസം ഉണ്ട്. ഞാനിപ്പോഴേ ഒരു പ്ലാനിങ് ആക്കി വെച്ചതാ. പറഞ്ഞാലും പിന്നെ ഇപ്പൊ തന്നെ പോകാനുള്ള തോന്നലായി. 2 ദിവസം കൂടി ഉണ്ടല്ലേ? ഇതിൽ മാറ്റൊന്നുമില്ലല്ലോ, ഉറപ്പല്ലേ? മാറ്റൊന്നുമില്ല, അത് അവരെ തീരുമാനിച്ചതല്ലേ. ഞാൻ മാറുവാ. തിരക്കിലായിരിക്കുമല്ലേ? ഞാൻ തിരക്കൊന്നുമല്ല. തിരക്കുള്ളത് നീ വിളിക്കുമ്പോ പിന്നെ തിരക്ക് വന്നു. കെട്ടിയപ്പോ എനിക്ക് പോകാൻ ആഗ്രഹമൊന്നുമില്ലായിരുന്നു. എന്നെ എങ്ങനെയാ കൂട്ടുവാ? മോന് സ്കൂളിൽ പോകണ്ടേ? എക്സാം എല്ലാം വരുമല്ലേ, അതുകൊണ്ടാ. ചെറിയ കുട്ടിക്ക് എന്താ എക്സാം? പിന്നെ എക്സാം എല്ലാം ചെറുതും വലുതൊന്നുമില്ല. ഞാൻ തമാശക്ക് അങ്ങേര് സുഹൃത്തുക്കളൊപ്പം തന്നെയല്ലേ ടൂർ പോകും. പിന്നെ ആരെന്ന് വെച്ചാ അല്ലാണ്ട് ഓഫീസിലുള്ള ഗേൾ ഫ്രണ്ടിന്റെ കൂടെ ഒന്നും അല്ലല്ലോ. നീ അല്ല കേട്ടാ അങ്ങേര്. ആന്നാ, നന്നായി, അതെനിക്ക് ഉറപ്പാണല്ലോ. അതെനിക്ക് വിശ്വാസം. കാര്യമില്ല, അതിലൊന്നും കാര്യമില്ല കേട്ടാ. അതിലൊന്നും കാര്യമില്ലെന്ന് പറയാം. ആൾക്കാർ ഹാപ്പി ആയിട്ട് ജീവിക്കട്ടെ. നല്ല സന്തോഷത്തില് ജീവിച്ചാലല്ലേ മനുഷ്യന്മാർക്ക് നല്ല ആയുസ്സും ആരോഗ്യം ഉണ്ടാവുക. ഓഫീസിൽ നിന്ന് പെണ്ണുങ്ങളും ആണുങ്ങളും എല്ലാരും പോകുന്നുണ്ട്. അതെയാ? അല്ല, ഇവരൊപ്പം തന്നെ ഒന്നുമില്ല. ടൂറ് നമുക്കും പോവാം. നമുക്ക് വേണ്ട ടൂർ പോവാം. അവരൊരുമിച്ച് പോട്ട്. അത് നല്ലല്ലേ? ഒരുമിച്ച് പോകുന്നതാ നല്ലല്ലേ? ഞാൻ പറഞ്ഞല്ല, അവര് പോയി സന്തോഷിച്ചിട്ടെല്ലാം പറ്റും, നമുക്കിടുന്ന് സന്തോഷിക്കാം.
അതെ, ഞാൻ ഇപ്പഴേ സന്തോഷത്തിലാണല്ലോ. ഞാൻ ഇപ്പോഴേ സന്തോഷമാണ്. ഉം. നമുക്കല്ലെങ്കിലും നീ ഉണ്ടെങ്കിൽ പിന്നെ നമുക്കെന്ന സന്തോഷത്തിന് പറഞ്ഞു. ഉം. അപ്പൊ നമുക്ക് കല്യാണല്ലോ കഴിച്ചൂടെ വേഗം? കല്യാണ കഴിക്കണമെന്നുണ്ട്. എന്നാ ഞാൻ കാണിച്ചു തരാം. എന്തിന് കല്യാണം കഴിക്കാൻ വേണ്ടി ഞാൻ വേണ്ട, നമുക്ക് പിന്നെ ആലോചിക്കാതെ. എന്നാ പിന്നെ ശരി, ഞാൻ കുറച്ച് സാധനങ്ങളുണ്ട് മറ്റുള്ള വീടുകളിലൊക്കെ കൊടുക്കാം. ഞാൻ കൊടുക്കട്ടെ, ഓർഡറിലുണ്ട്. എപ്പോഴെങ്കിലും കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ടോ? പിന്നെ ഞാൻ വെക്കുകയും